ഗുരു എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഗുരുവാണ്. അങ്ങനത്തെ ഒരു സ്റ്റേജിലിരിക്കുന്ന ഗുരുവായത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ കുറേയധികം ഗുണങ്ങൾ അതിലുണ്ടായി. കാരണം നമ്മുടെ പാസ്റ്റ് കർമ്മ കെട്ടിക്കിടക്കുന്ന നമ്മുടെ ആ പെയിനെ റിലീസ് ചെയ്യണം, നമ്മുടെ ഒരു സോൾമേറ്റിനെ കണ്ടുമുട്ടുന്നതിലൂടെ നമുക്കത് റിലീസ് നടക്കാന്ന് പറഞ്ഞത് അത്രയും ഒരു വലിയ കാര്യമാണ്. അപ്പം അത് ആ ഒരു യാത്രയിൽ അങ്ങനെ ഒരുപാട് പേർക്ക് ഉണ്ടായി. അപ്പം അത് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ എനിക്ക് കാണാനും അറിയാനൊക്കെ പറ്റി. അപ്പം ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നും ഇതൊക്കെ തിരിച്ചറിവ് നമുക്കുണ്ടായി. അങ്ങനൊരു തിരിച്ചറിവാണ് പിന്നെ അതിലുണ്ടായത്. പിന്നെ നമ്മൾ ഭയങ്കര ഒരു സർവീസ് മൈൻഡിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. ആർക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാന്നുള്ളൊരു മനസ്സോടെ, ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സോടെ ആയിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പം എനിക്കുണ്ടാവണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഒരുപാടധികം പല സ്റ്റേറ്റിൽ നിന്നാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. അപ്പോൾ അവരോട് ഞാൻ പറയേണ്ട ഭാഷ ഹിന്ദിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ഹിന്ദി അറിവില്ലാത്ത ഒരുപാട് ഇതിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഇനിയും തിരിച്ചറിയണ പോലെ ആ ഒരു ഇത് കുറച്ചും കൂടി നല്ല ഫ്ലുവൻ്റ് ആയിട്ട് എനിക്ക് ഭാഷ സംസാരിക്കാൻ കഴിഞ്ഞു. അതുമില്ലാണ്ട് അവരുടെ ആചാരങ്ങൾ, കൾച്ചർ, അവരുടെ സ്വഭാവം, ഇതെല്ലാം എനിക്ക് എന്താ പറയുക ആ ഒരു രീതിയിലൂടെ നടക്കുമ്പോൾ അവരെ സ്വീകരിക്കാൻ പറ്റുകയാണ്. ഞാൻ ഇതിനു മുമ്പേ ആർമി ക്വാർട്ടേഴ്സിൽ ഒരുപാട് കാലം ഇരുന്നിട്ടുള്ള ആളാണ്. പക്ഷേ ഞാൻ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ സംസാരിക്കില്ല. ഞാൻ ഒരിക്കലും ഭയങ്കര റിസർവ്ഡാണ്. ഞാൻ എല്ലാവരോടൊന്നും അങ്ങനെ സംസാരിക്കാറില്ല, കൂട്ടുകൂടില്ല. മലയാളീസ് ആണെങ്കിൽ പോയി ഞാൻ അവരോട് വർത്താനം പറയും. അവർ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണെങ്കിൽ ഞാൻ അവരോട് ലിമിറ്റ് സംസാരിക്കാറുള്ളൂ. അപ്പോൾ അവരെ സ്വീകരിക്കാനുള്ള ഒരു ബ്ലോക്കേജ് എനിക്കുണ്ടായിരുന്നു. അതെനിക്ക് അവിടെ ഓപ്പണായി. അതെനിക്ക് എല്ലാവരും നമ്മൾ ഒന്ന് എന്നുള്ള ലെവലിൽ ഏത് സ്റ്റേറ്റ് ആണെങ്കിലും അവർക്കും അവരുടേതായിട്ടുള്ള രീതികളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ഏറ്റവും വലിയൊരു മാറ്റം തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ മാറ്റിയിട്ട് അവിടെ നമ്മുടെ ആ രീതിനെ മാറ്റി നമ്മൾ ചിന്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം, എളുപ്പം കഴിയില്ല. പക്ഷെ എനിക്ക് അതിന് കഴിഞ്ഞു. അത് ഞാൻ ഫ്രീ ആയിട്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് തന്നെ അഭിമാനം തുടങ്ങി. ഇത്ര കാലം ഞാൻ ആരോടും മിണ്ടാണ്ടിരുന്നത് എനിക്ക് എത്ര അധികം നഷ്ടമായിരുന്നു എന്ന്. ഒന്നില്ലെങ്കിൽ ഞാൻ അവരോടൊക്കെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ നല്ലൊരു ഹിന്ദി ഭാഷ ഇതോടെ നന്നായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുമായിരുന്നു. ഇല്ലെങ്കിൽ നാലാൾക്കാരുടെ ഇടയിൽ പോയിട്ട് നമ്മുടെ കൾച്ചർ, നമ്മുടെ ആചാരങ്ങൾ, നമ്മൾ ഈ പൊട്ടക്കണറ്റിൽ ഇട്ട തവളേൻ്റെ പോലെയാണ്. നമ്മുടെ ലോകം മാത്രമേ വലുതുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ജീവിക്കുക. പക്ഷെ അതൊന്നുമല്ല. ലോകം പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരുപാട് വലുതാണ്. ഒരുപാട് ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നതിലൂടെയാണ് നമ്മൾക്ക് മാനസിക വികാസം എല്ലാം ഉണ്ടാവണത് എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് അതിലൂടെ ഉണ്ടായി. ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാർ, അവരും എന്തും ചെയ്തു തരാനും എല്ലാത്തിനും റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. അവിടെ ഒരു ഈഗോ ഇല്ല, എന്താ പറയുക, അങ്ങനത്തെ ഒരു പ്രശ്നം. അവർ അത്രയും നമ്മളെ സ്നേഹിക്കുക, ലവ് ആൻഡ് കെയർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും നോക്കുമ്പോഴും നമ്മൾ ആ ഒരു കെയറിങ് ആണ് നമ്മൾ. ഇപ്പം എനിക്ക് ഭയങ്കര ടയേർഡാണ്, വയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾ നമ്മൾ അങ്ങനെ കെയർ ചെയ്യും. അങ്ങനെ ഒരു ഫീലാണ് ഉണ്ടായത്. നമുക്ക് നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലുള്ളവരെ എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മളെ സഹായിക്കുള്ളൂ എന്ന് തോന്നുമ്പോൾ ഈ ഗ്രൂപ്പിൽ ഇറങ്ങിയപ്പോൾ അങ്ങനെയൊന്നും അല്ല. അതൊക്കെ നമ്മുടെ തെറ്റായിട്ടുള്ള ധാരണകളാണെന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായി. അതുകൊണ്ട് ആ യാത്രയിൽ എനിക്ക് അങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടായി. അതൊരു കുറേ ആൾക്കാർ, ഭാഷകൾ, ഇവരൊക്കെ നമ്മൾ സ്വീകരിക്കാൻ പഠിക്കണം. നമ്മൾ വിചാരിക്കും നമ്മുടെ ആചാരം, നമ്മുടെ കൾച്ചർ, നമ്മൾ മാത്രം നല്ലതെന്നുള്ള നമ്മുടെ ആ ഒരു ചിന്താഗതിനെ എനിക്ക് മാറ്റി. അവരുടെ ആചാരങ്ങൾ നോക്കുമ്പോൾ അതും നമ്മൾക്ക് റെസ്പെക്റ്റ് ചെയ്യാവുന്ന വളരെ പ്യുവറായിട്ടുള്ള ആചാരങ്ങൾ തന്നെയാണ്. അപ്പോൾ അവരെയും നമ്മൾ സ്വീകരിച്ച് അവരുടെ ആ ഒരു കൾച്ചറിൻ്റെ കൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് അതിലും ഹാപ്പിനെസ് കാണാനായിട്ട് കഴിഞ്ഞു. പിന്നെ ഗുരുവിൻ്റെ കൂടെ യാത്ര, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗുരുവിൻ്റെ കൂടെ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാടധികം പരിവർത്തനം നടക്കും. നമ്മുടെ സെൽഫിനെ റിയൽ അവർ സ്കാൻ ചെയ്യുക, നമ്മളെ കറക്റ്റായിട്ട് അവർക്ക് അറിയാൻ പറ്റും. അതിനെ അവർ കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് അവർ നമ്മളെ മാറ്റിത്തരും. അതാണ് ഗുരു നമ്മളെ ഏറ്റവും നല്ല വഴിയിലേക്ക് ഗൈഡ് ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു കുറച്ച് ദിവസം അവരുടെ കൂടെ നടക്കുമ്പോൾ ആ ഒരു പരിവർത്തനം എനിക്ക് ഉണ്ടായി. ഗുരുവിൽ നിന്ന് നമുക്ക് ഗൈഡൻസ് ഉണ്ടായിരുന്നു. എങ്ങനെ പോകണം, എങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം, മെഡിറ്റേഷനിലൂടെയും ഹോമം ചെയ്യുന്നതിലൂടെയും എല്ലാ ഓരോ നിമിഷത്തിലും നമ്മൾ അവരിൽ നിന്നുള്ള ആ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ ആ ഒരു മിനി കൈലാസിൻ്റെ യാത്ര കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മൾ പോണ വഴിയിൽ ഒരുപാടധികം ഇതുപോലെ ഗുരുക്കന്മാരുടെ ആശ്രമങ്ങളൊക്കെ നമ്മൾ കയറി ഇറങ്ങി. ഇപ്പോൾ നീം കരോലി ബാബ, പൈലറ്റ് ബാബ, പിന്നെ ഒരു കാളി ദേവിയുടെ അമ്പലം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കയറി ഇറങ്ങി. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടെയുള്ള നെഗറ്റിവിറ്റി ഒക്കെ റിലീസ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ഗുരുവാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ ഗുരു പോണ വഴിയിൽ അവിടെയൊക്കെ എന്തൊക്കെ എങ്ങനെയുള്ള പെയിൻ ഉള്ള സ്ഥലമാണ്,
എത്ര അധികം നെഗറ്റിവിറ്റി അവിടെ ഉണ്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗുരു നമുക്ക് പറഞ്ഞു തന്നു. അതിനെ തിരിച്ചറിയാനും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാനും കഴിഞ്ഞു. നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ബോഡിയിൽ എനർജി വന്ന് അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ നേരിട്ട് ഇപ്പം നമ്മുടെ അവിടെ ഏറ്റവും നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വെളിച്ചപ്പാട് തുള്ളുമ്പോൾ അവർക്ക് കലി കയറി അവരുടെ ബോഡിയിൽ എന്താ ഉണ്ടാവണം, നാഗത്താന് തുള്ളുമ്പോൾ ഒക്കെ അവരുടെ അതേപോലെ ആ ഒരു സ്പേസിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ ഓൾറെഡി ഡിവൈൻ ആയിട്ടുള്ള സോളുകളാണ്. ആ സ്ഥലത്ത് എത്തുമ്പോൾ അവർ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. കൂടെ നമ്മുടെ ഗുരു ഉള്ളത് കാരണം അത് കാം ആൻഡ് കൂളായിട്ട് അവർ സൈലൻ്റ് ആയിട്ട് അവരുടെ ആ ഒരു പരിവർത്തനത്തിന് എന്താ പറയുക കാമാക്കി വിട്ടു. എന്നുവെച്ചാൽ നമ്മൾ വേറൊരു രീതിയിലാവാണ്ട് ഗുരുവിൻ്റെ ആ ഒരു ശ്രദ്ധ നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അപ്പം അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. എടുത്തെടുത്ത് പറയണമെങ്കിൽ ഒരുപാട് പറയണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓരോരുത്തർ പേരെടുത്തോ നമ്മൾ എന്തൊക്കെയാണെന്നോ ആ കഥകളിലേക്ക് പോകുന്നില്ല. എൻ്റെ ഒരു അനുഭവത്തിലൂടെ ഞാൻ മാത്രം വളരെ ചെറിയൊരു ഇതിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്നുള്ള യാത്ര നമ്മൾക്ക് പിന്നെ പോണത് ഞങ്ങൾക്ക് രാത്രി തങ്ങാൻ അവിടെ ഇടവും ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് മറ്റേ ഏതാണ് സ്ഥലത്തിൻ്റെ പേര്, ഒരു അമ്പലത്തിൽ പോയി. അവിടെ നമ്മൾ മെഡിറ്റേഷനും മറ്റേ ഇതൊക്കെ ചെയ്തു. ഹോമം 3 മണിക്കൂറോളം ഞങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് ഹോമം ചെയ്തു. ഹോമം ചെയ്യുന്നതിലൂടെയൊക്കെ നമ്മുടെ ഓറ ഭയങ്കരമായിട്ട് ക്ലെൻസ് ആവും. കസാർദേവി ടെമ്പിൾ എന്ന് അതിൻ്റെ പേര്. ആ ടെമ്പിളിൽ നമ്മൾ അവിടെ പോയി. അവിടെ വിവേകാനന്ദ സ്വാമികളാണ് അവിടെ അതിൻ്റെ ഇതൊക്കെ ചെയ്തിരിക്കുന്നതും. ഒരുപാട് സ്റ്റോറി ഉണ്ട്, നിങ്ങൾ പോയി ഗൂഗിളിൽ പോയി തേടിയാൽ കിട്ടാൻ പറ്റും. അതിൽ കിട്ടും നിങ്ങൾക്ക്. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്പേസാണ് ആ അമ്പലം. അവിടെ ഭയങ്കര കാമായിട്ടുള്ള സ്ഥലമായിരുന്നു. ആ അമ്പലത്തിൽ പോയപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഈ 3 മണിക്കൂർ ഹോമം ചെയ്തു. പിന്നെ 3 മണിക്കൂർ ഞങ്ങൾ അവിടെ മെഡിറ്റേഷൻ ചെയ്തു. അന്നത്തെ ഡേ ഫുള്ള് ഞങ്ങൾ അമ്പലത്തിൻ്റെ പരിസരത്ത് മാത്രം ഉണ്ടായിരുന്നു. അവിടെ ഒരുപാടധികം മിറാക്കിൾസ് ഗുരുവിലുണ്ടായി. കുറേ നമുക്ക് ഡിവൈനായിട്ടുള്ള സോളുകൾ, ഞങ്ങളുടെ ഗ്രൂപ്പിലില്ലാത്ത സോളൊക്കെ പരിചയപ്പെടാനും ഗുരുവിനെ തിരിച്ചറിയാനും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായി. അങ്ങനത്തെ മിറാക്കിൾസ് ഉണ്ടായി ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ യാത്ര പിന്നെ പുറപ്പെട്ടത് ഒരു ഡേ ഫുള്ളായിട്ട് നമ്മൾ കാറിലല്ല ബസ്സിലാണ് ഞങ്ങൾ പോയത്. 2 ബസ് ഉണ്ടായിരുന്നു. 2 ബസ്സിൽ പോയി. ഒരു ബസ് നമുക്ക് സ്പ്ലിറ്റ് ആയിട്ട് വേറെയും കുറേ അമ്പലങ്ങളൊക്കെ ഞങ്ങൾ പോയി. കൊലുദേവി മന്ദിര അങ്ങനെ ഇതൊക്കെ അമ്പലങ്ങളുണ്ടായിരുന്നു. എനിക്കത് മുഴുവനായിട്ട് പേരുകൾ പറഞ്ഞു. എല്ലാം മലേൻ്റെ മേലാണ്, മല കയറി പോണ ഒരു ഇതായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അന്നത്തെ ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ആ ഒരു നെക്സ്റ്റ് നമ്മൾ ബാബാജി കേവ് പോയി. അത് കഴിഞ്ഞ് പാണ്ഡുകോലി എന്ന് പറഞ്ഞ സ്ഥലം പോയി. അവിടെയും ഞങ്ങൾ പോയി 3 മണിക്കൂറോളം 3-4 മണിക്കൂറോളം ഞങ്ങൾ ഹോമം ചെയ്തു. ഹോമത്തിലെല്ലാം ഒരുപാട് പരിവർത്തനം, ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് നിറയെ മാറ്റങ്ങൾ ഉണ്ടായതും ഒക്കെ അവർ ഓപ്പൺ സ്പേസിലിരുന്ന് നമ്മൾ ഒരുമിച്ച് കൂട്ടായിട്ടിരുന്നാണ് ഹോമം ചെയ്തത്. അത് കഴിഞ്ഞ് ബാബാജി കേവ് പോയി. അവിടെയും പോയിരുന്നു നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു. അതൊക്കെ ഒരു ദിവ്യമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. പോയി നമ്മൾ അനുഭവിച്ചറിയേണ്ട സ്ഥലങ്ങളാണ്. അവിടെയും മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇരുന്നുകൊണ്ട്. അവിടെ നിന്ന് പിന്നെ നമ്മൾ തിരിച്ച് യാത്ര ഞങ്ങൾ നൈറ്റ് ഫുള്ളായിട്ട് വണ്ടിയിലിരുന്ന് ബസ്സിൽ തന്നെ ഇരുന്നുകൊണ്ട് നമ്മൾ ഹരിദ്വാറിൽ വന്ന് രാവിലെ ഞങ്ങൾ എത്തി. അവിടെ നദിയിൽ കുളിച്ച് നമ്മൾ തർപ്പണം ചെയ്തു. പിതൃതർപ്പണം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുണ്ടായത്. കുറച്ച് പേര് ഗുരുവിനോടുള്ള അനുഗ്രഹം വാങ്ങി ഞങ്ങൾ കുറച്ച് പേര് തിരിച്ചു പോന്നു. കുറച്ച് പേര് അവരുടെ യാത്ര ചാർധാമിലേക്ക് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ആ ഒരു യാത്ര പെയിൻഫുള്ളായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻഫുൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബോഡി പെയിൻ ഒരേ ഒരു ദിവസം ഉണ്ടായെന്നല്ലാണ്ട് ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ അറിഞ്ഞു പോലും ഇല്ല. ദിവസങ്ങൾ പോയത് ഒരാൾക്ക് ഒരു അസുഖമായിട്ടോ ഒന്നും പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ വന്നു. ഞങ്ങളൊരു 4-5 പേര് ഒരുമിച്ച് വണ്ടി പിടിച്ച് ഡൽഹിയിൽ വന്ന്, ഡൽഹിയിൽ നിന്നായിരുന്നു, എനിക്ക് ട്രെയിനായിരുന്നു റിട്ടേൺ. വീട്ടിൽ വന്നപ്പോൾ തുടങ്ങി നമുക്ക് ബോഡിയിൽ ഓരോ അസുഖങ്ങൾ വരാനായിട്ട് തുടങ്ങി. എന്താ വെച്ചാൽ നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ക്ലെൻസിങ് നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ആ ഒരു പരിവർത്തനം പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. ആ പ്രോസസ്സിങ് കുറച്ച് ദിവസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ഡൽഹിയിലൊക്കെ ആ മാസ്റ്റർ, നമ്മുടെ സതീഷ് മാസ്റ്റർ വീഡിയോ ഇട്ടിരുന്നു. ആ മാസ്റ്ററൊക്കെ അങ്ങേയറ്റം ഒരു 2 ആഴ്ചത്തോളമൊക്കെ ലൂസ് മോഷനൊക്കെ വന്ന് വോമിറ്റിംഗ് ഒക്കെ വന്ന് വല്ലാണ്ടൊക്കെ വരികയാണെന്ന് വെച്ചാൽ പ്രോസസ്സിങ് നമ്മുടെ ബോഡിയിൽ നടക്കും. നമുക്ക് ഫുൾ ആൻഡ് ഫുൾ നമ്മൾ ചേഞ്ച് ആവും. അങ്ങനെ പിന്നെ നമ്മൾ അപ്പം അത്ര കാലം ഉണ്ടായിരുന്നത് നമ്മളല്ല പിന്നീടുള്ളത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. റിട്രീറ്റ് എന്ന് പറയുമ്പോൾ, ആത്മീയ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എല്ലാവർക്കും അത് സാധിച്ചോളണമെന്നില്ല. പക്ഷെ സാധിക്കുന്ന ആൾക്കാർ പോവുക, നമ്മുടെ ലൈഫിൽ അടുത്ത ഒരു സ്റ്റെപ്പ് കയറാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. അതും നല്ലൊരു ഗുരുവിനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഗുരുവിനെ നിങ്ങൾ ഫോളോ ചെയ്യണം. ആ ഗുരു എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം എൻ്റെ ഭാഗ്യം എനിക്കുണ്ടായതെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ഗുരുവിനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഒരു ഭാഗ്യമായിട്ട് കാണുന്നത്. അതിന് എന്നെ ആരൊക്കെ സഹായിച്ചു അവരോടൊക്കെ ഞാൻ ഇവിടെ നന്ദി പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. കാരണം ആ ഗുരുവിനെ കണ്ടുമുട്ടാൻ എനിക്ക് സഹായിച്ച ഓരോ നിമിഷത്തിനും ഞാൻ നന്ദി പറയാം.
ഒരു ജീവിതത്തിൽ നമുക്കൊരു ഗുരുവിനെ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതം ഒരു കൺസിസ്റ്റൻസിയോട് കൂടി പോവുള്ളൂ. എന്നിട്ട് തന്നെ ഞങ്ങളിവിടെ എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ എത്ര പിന്നെയും പിന്നിലേക്ക് പോകും. നമ്മൾ കുറേയൊക്കെ നന്നായിട്ട് മുന്നിലേക്ക് നടന്നാൽ ഏതെങ്കിലും സമയത്തിൽ നമ്മൾ തെറ്റിലേക്ക് വരാൻ മീൻസ് നമുക്ക് ആ ഒരു ഡിസിപ്ലിനോടുള്ള ലൈഫിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് ഒന്ന് വ്യതിചലിക്കുമ്പോൾ ഉടനെ തന്നെ അത് മാറി നമ്മുടെ വഴിയിലേക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ഗുരു നമ്മളെ സഹായിക്കും. എന്നും രാവിലെ ഞങ്ങൾക്ക് 2:30-3 മണി സമയത്ത് ഞങ്ങളുടെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ എന്നും അതിൽ അറ്റൻഡ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്നും ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെയാണ് ഞങ്ങളുടെ മാറ്റങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു. അതിൽ ഹോമം, മന്ത്രജപം, രുദ്രാഭിഷേകം ഒക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്യും. ഓരോന്നിലും അതിലെന്താണ് ഗുണം എന്നുള്ളത് നമ്മളതിലിരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിനെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും കഴിയുന്നത്ര അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് തന്നെ മാറ്റാൻ നോക്കുക. എൻ്റെ മാറ്റമാണ് ഞാനിവിടെ അറിയിച്ചത്. താങ്ക് യു സോ മച്ച് മാസ്റ്റേഴ്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരം ആവുകയാണെങ്കിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് ഇതാക്കിയിട്ടാണ് നമ്മളിത് ഇവിടെ പറയണത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, ലവ് യു.